السلام عليكم ورحمة الله. الحمد لله كفى وسلام على عباده الذي اصطفى. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, അനുഗ്രഹീതമായ പരിശുദ്ധമായ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ദിനരാത്രങ്ങളിൽ നമ്മളിങ്ങനെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, പറയുന്നു, ലൈലത്തുൽ ഖദർ 27-ാം രാവിനാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്നതും 27-ാം രാവിന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികൾ ധാരാളമായി ഇബാദത്തുകളിൽ ചെയ്യുന്നതും അതിലെല്ലാം നിരന്തരാവുകയും ചെയ്യുന്നതെല്ലാം ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് 27-ാം രാവിനാണ്. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ലൈലത്തുൽ ഖദറിനെ കുറിച്ച് മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിപാദിക്കുന്ന ഒരു സൂക്തമാണ്, ഒരു സൂറത്താണ് സൂറത്തുൽ ഖദർ എന്ന് പറയുന്ന ചെറിയൊരു സൂറത്ത്. ആ സൂറത്തിലൂടെ ലൈലത്തുൽ ഖദറിനെ കുറിച്ച് മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുന്ന ഒരു സൂറത്താണ്. ആ സൂറത്തിൽ കുറച്ച് ഒളിഞ്ഞിരിക്കുന്ന ചില രഹസ്യങ്ങളുണ്ട്. ആ രഹസ്യങ്ങൾ നാം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ലൈലത്തുൽ ഖദർ എന്താണെന്ന് ഏകദേശം നമുക്ക് മനസ്സിലാക്കാം. അതിലെ 2 രഹസ്യങ്ങള് ലൈലത്തുൽ ഖദറിന് ഇത്രയും പോരിഷ മഹത്വം ഉണ്ടാകാൻ കാരണം അത് വിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയ ഒരു ദിവസമായതുകൊണ്ടാണ്, അല്ലേ? അപ്പൊ അതിലെ ഒളിഞ്ഞിരിക്കുന്ന 2 രഹസ്യങ്ങൾ പറയുന്നത് ലൈലത്തുൽ ഖദറിലാണ് വിശുദ്ധമായ ഖുർആൻ ഇറങ്ങി എന്നുള്ളതിന്റെ തെളിവുകളാണ്, ചില രഹസ്യങ്ങളാണ് പറയുന്നത്. ബാക്കി 3 കാര്യങ്ങള് അത് 27-ാം രാവിനാണ് ലൈലത്തുൽ ഖദർ കൂടുതൽ സാധ്യത എന്ന് കാണിക്കുന്ന ചില രഹസ്യങ്ങളാണ്. അപ്പൊ ആദ്യം നമുക്ക് ആ വിശുദ്ധമായ ഖുർആനിലെ ആ സൂറത്തിലെ ഒരു അർത്ഥം ഒന്ന് നമുക്ക് പഠിക്കാം. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ നാം ആരംഭിക്കുന്നു. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, നിശ്ചയമായും ആ നിർണയത്തിന്റെ രാത്രിയിൽ വിശുദ്ധമായ ഖുർആനിനെ നാം ഇറക്കി. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ